ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത്, അല്ലെങ്കിൽ ഹൽവ എന്ന കഴിക്കുന്ന സാധനത്തിന് യൂണിയൻ ബഡ്ജറ്റുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്നൊക്കെ. വളരെയധികം അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് കൂടിയാണ് ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. യൂണിയൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അത് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഹൽവ എന്ന സ്വീറ്റ് കൊടുത്തുകൊണ്ടാണ് ആ പരിപാടി തുടങ്ങുന്നത്. അതായത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സംഗതികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഹൽവ സെറമണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ആ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. അവരുടെ ഫോണൊക്കെ എടുത്ത് വെക്കും. അവർക്ക് അവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ അവർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന റൂമിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് പുറം ലോകമായിട്ട് ബന്ധം പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഹൽവ സെറമണിക്ക് യൂണിയൻ ബഡ്ജറ്റുമായിട്ട് ഇത്ര അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളത്. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.